ടി.എൻ. പ്രതാപന് കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റിന്റെ അധിക ചുമതല നൽകി. എ.ഐ.സി.സിയുടെ തീരുമാനം തൃശൂരിൽ പ്രതാപന് പകരം കെ. മുരളീധരന് സീറ്റ് നൽകിയതിനു പിന്നാലെ പുതിയ ചുമതലയോട് നീതി പുലർത്തുമെന്ന് പ്രതാപൻ. കേരളത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ നിലപാട് പാർലമെന്റിൽ പറഞ്ഞതിനാണോ പ്രതാപന് സീറ്റ് നിഷേധിച്ചതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കേരളത്തിന് അർഹതപ്പെട്ട പണം ലഭിക്കേണ്ടതിനെക്കുറിച്ച് ഒരു കോൺഗ്രസ് എംപിയും പാർലമെന്റിൽ മിണ്ടിയില്ല. മന്ത്രിയുടെ വിമർശനം കോഴിക്കോട് നോർത്ത് മണ്ഡലം കൺവെൻഷനിൽ. രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കോൺഗ്രസ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, അസം സംസ്ഥാനങ്ങളിലെ 43 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി 3 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾക്കും സീറ്റ്. പൗരത്വ നിയമ ചട്ടങ്ങളുടെ വിജ്ഞാപനം യുക്തിസഹമായ നടപടിക്രമമെന്ന് ബംഗാൾ ഗവർണർ CB ആനന്ദ ബോസ്. രാജ്യത്തെ സദ്ഭരണത്തിന് ഉത്തമ ഉദാഹരണമെന്നും ഗവർണർ. ഹരിയാനയിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നയബ് സൈനി പുതിയ മുഖ്യമന്ത്രി. രാജിവെച്ച മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ കർണാലിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കും.